നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജിൻ്റെ നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ അധ്യായത്തിൽ ആദ്യമായിട്ട് ഞാൻ പ്രിയപ്പെട്ടവരോടൊരു അഭ്യർത്ഥനയാണ് നടത്തുക. അതിനുശേഷമാണ് ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. പ്രിയപ്പെട്ടവർ ശ്രദ്ധയോടുകൂടി കേൾക്കുക. പ്രിയമുള്ളവരെ, 2024 ഡിസംബർ മാസം 31 തീയതി രാത്രി 11 മണി മുതൽ 12:30 വരെ, 12:30 എന്ന് പറയുമ്പം ജനുവരി മാസം തുടങ്ങുന്ന ദിവസം 1 തീയതി 30 മിനിറ്റ് AM വരെ ഞാൻ ഒരു സർവൈശ്വര്യ പൂജ നടത്തുന്നു. അപ്പോൾ 30 മിനിറ്റ് വരെ, ചിലപ്പോൾ 10 മിനിറ്റ് വരെയൊക്കെ കാണുകയുള്ളൂ, എങ്കിലും 30 മിനിറ്റ് എന്ന് ഞാനങ്ങ് പറയുകയാണ്. അപ്പോൾ പുതുവർഷത്തിൻ്റെ ആരംഭത്തിലും ഒരു പൂജ ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഒരു സൂചനയാണ് പ്രിയപ്പെട്ടവർക്ക് നൽകുന്നത്. അതായത് ഇതിൻ്റെ ആധികാരികമായ ഒരു തീരുമാനം ഉണ്ടായത്, ഈ ക്രിസ്ത്യാനികൾ അവരുടെ പള്ളികളിലൊക്കെ പുതുവർഷത്തിന് ആരാധന നടത്തുന്നുണ്ട്. ഒരു വർഷം അവരെ നടത്തിയ വിധങ്ങളെ ഓർത്ത് അവർ നന്ദി പറയുന്നു. അതുപോലെ തന്നെ വരും വർഷങ്ങളിൽ, പുതിയ വർഷത്തിൽ അവരെ നടത്തണമെന്നുള്ളൊരു അഭ്യർത്ഥന കൂടി, റിക്വസ്റ്റ്, അപേക്ഷ കൂടി, യാതന കൂടി അവർ സമർപ്പിക്കുന്നു. അപ്പോൾ അതുപോലെ ഈ യൂട്യൂബ് ചാനൽ കാണുന്ന, മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജിൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവരുടെ കുടുംബത്തിൽ, അവരുടെ ജീവിതത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകണം. ആപത്തനടുത്തങ്ങളൊന്നും വരരുത്. അവരുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടണം. അവർക്കുള്ള സ്വത്തുവകകളൊക്കെ അനുഗ്രഹിക്കപ്പെടണം. അവരുടെ ആവശ്യങ്ങളൊക്കെ സാധിക്കണം. വീടില്ലാത്തവരുണ്ട്, ജോലിയില്ലാത്തവരുണ്ട്, മക്കളുടെ വിവാഹം നടക്കാത്തവരുണ്ട്. അങ്ങനെ പല വിധത്തിലുള്ള ആവശ്യഭാരങ്ങളുമായിട്ട് ജീവിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് ഈ വരുന്ന 2025 വർഷം അവരുടെ കാര്യങ്ങളെല്ലാം സാധിക്കണം. അവരെ മഹാദേവൻ അനുഗ്രഹിക്കണം. മഹാദേവൻ്റെ കൃപയും കരുണയും അവർക്കുണ്ടാകണം. അപ്പോൾ അതിനുവേണ്ടി മഹാദേവൻ്റെ സന്നിധിയിൽ ചെയ്യുന്ന ഒരു പൂജയാണ് ഈ സർവൈശ്വര്യ പൂജ. അതിൽ ഞാൻ 101 കുടുംബങ്ങളെയാണ് ഏറ്റവും കുറഞ്ഞ പക്ഷം ആഗ്രഹിക്കുന്നത്. കാരണം 101 കുടുംബങ്ങൾ കിട്ടിയാൽ മാത്രമേ ഈ സർവൈശ്വര്യ പൂജ ഒരു വർഷം ഭംഗിയായിട്ട് മുമ്പോട്ട് പോകത്തുള്ളൂ. അതിൻ്റെ കാരണം പറഞ്ഞാൽ, ഞാനൊരു കുടുംബത്തിൽ നിന്നും അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ നിന്നും 1000 രൂപ വാങ്ങിച്ചാൽ അടുത്ത ദിവസം തന്നെ 300 രൂപ അവർക്ക് തിരിച്ചു നൽകുന്നുണ്ട്. 300 രൂപ ക്യാഷായിട്ടല്ല, അവർക്ക് കൊറിയർ ചാർജ്, അതുപോലെ തന്നെ പൂജയുടെ പ്രസാദം അയച്ചു കൊടുക്കുന്നു. അതുപോലെ തന്നെ അവരുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി അവർക്ക് അടുത്ത വർഷത്തേനുള്ള ദോഷമൊന്നും വരാതിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ളതും അയച്ചു കൊടുക്കുന്നു. അപ്പോൾ പിന്നെ 700 രൂപയുള്ള 700 രൂപയിൽ ആദ്യത്തെ ദിവസത്തെ പൂജയ്ക്ക് തന്നെ നല്ലൊരു ചിലവാകും. പിന്നെ ബാക്കിയുള്ള പൈസ കൊണ്ട് വേണം, ബാക്കി ഇപ്പോൾ 700 രൂപ തന്നെ ഉണ്ടെന്ന് വിചാരിക്കുക. ആ 700 രൂപ ഉണ്ടെങ്കിൽ പോലും 350 ദിവസം പൂജ ചെയ്യുമ്പോൾ ഒരു ദിവസം 2 രൂപ വെച്ചാണ് അവർ പൂജയ്ക്ക് തരിക. ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കുടുംബം 2 രൂപ വെച്ചാണ് ഒരു ദിവസത്തിന് പൂജയ്ക്ക് തരിക. അപ്പോൾ 2 രൂപ കൊണ്ട് ഒരിക്കലും പൂജ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 101 കുടുംബങ്ങളെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ 101 കുടുംബങ്ങളുണ്ടെങ്കിൽ 100 × 2 200. അപ്പോൾ 200 രൂപ വെച്ച് ദിവസം പൂജയ്ക്കായിട്ട് കിട്ടും. അപ്പോൾ ഓരോ ദിവസവും പുഷ്പം മേടിക്കാനും അതുപോലെ തന്നെ എണ്ണയ്ക്കും തിരിക്കും ഒക്കെ ഉള്ള പൈസ അങ്ങനെ വെക്കും. അപ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവർ, 101 കുടുംബങ്ങളെങ്കിലും സഹകരിച്ചാൽ മാത്രമേ ഈ സർവൈശ്വര്യ പൂജ ഭംഗിയായിട്ട് മുമ്പോട്ട് പോകത്തുള്ളൂ. ഞാൻ ആരോടും ഒരു ഭാരിച്ച തുക ചോദിക്കുന്നില്ല. അനാവശ്യമായി മറ്റുള്ളവർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം മറ്റുള്ളവരോട് മേടിക്കുന്നത് തെറ്റാണ്. അപ്പോൾ അങ്ങനെയൊന്നും ഞാൻ ചെയ്യുന്ന ഒരാളല്ല. കാരണം ജീവിത പ്രാരാബ്ധങ്ങൾക്കിടയ്ക്ക് എത്ര കിട്ടിയാലും തികയില്ലാത്തൊരു ജീവിതവുമായിട്ട് പോകുന്നവരുണ്ട്. കടബാധ്യതകളുള്ളവരുണ്ട്. മക്കളുടെ വിദ്യാഭ്യാസം, മരുന്നിന് വേണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടത്തുകയും വേണം. അതുപോലെ തന്നെ ഈ പൂജയിൽ പങ്കുചേരുകയും വേണം. ഇതുകൂടാതെ മറ്റ് ക്ഷേത്രങ്ങൾ, ഒരുപാട് ആവശ്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഒരു ദിവസം നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ 2 രൂപ മുടക്കുക. വെറും 2 രൂപയാണ് ഒരു ദിവസത്തിന് വേണ്ടി നിങ്ങൾ മുടക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ സർവ്വവിധ ഐശ്വര്യങ്ങളും മഹാദേവനാൽ വന്നു ചേരുവാൻ വേണ്ടി വെറും 2 രൂപയാണ് നിങ്ങൾ മുടക്കേണ്ടത്. ഒരു ദിവസം, ഒരു വർഷത്തേനാണ് നിങ്ങൾക്ക് വേണ്ടി പൂജയും പ്രാർത്ഥനയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ദിവസം 2 രൂപയാണ് നിങ്ങൾ മുടക്കുന്നതെന്ന് ഓർത്തോണം. അപ്പോൾ അതിൽ പ്രിയപ്പെട്ടവർ ഭാഗവാക്കാകണം. ഏറ്റവും കുറഞ്ഞത് 101 കുടുംബങ്ങൾ കിട്ടണം. എങ്കിൽ മാത്രമേ ഇത് വിജയിക്കത്തുള്ളൂ. അപ്പോൾ എങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ പിന്നെയും ഞാനിങ്ങനെ റിക്വസ്റ്റ് ചെയ്ത് ആൾക്കാരോട് പിന്നെയും ചോദിക്കേണ്ടി വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ആദ്യത്തെ പ്രാവശ്യം തന്നെ എല്ലാവരും സഹകരിക്കുക. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന 6000 പേരൊക്കെ ദിവസമുണ്ട്. അതിൽ നിന്നൊരു 100 കുടുംബത്തെയാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ആ 100 കുടുംബങ്ങൾ എന്നോട് സഹകരിക്കണം. അപ്പോൾ അത് ഞാൻ ഓർപ്പിക്കുകയാണ്. നിങ്ങൾ ഒരു ദിവസം ചിലവാക്കുന്നത് വെറും 2 രൂപ മാത്രം. അപ്പോൾ അത് നിങ്ങൾ 1000 രൂപ എന്നാൽ 300 രൂപ അടുത്ത ദിവസം പൂജ കഴിഞ്ഞാൽ അടുത്ത ദിവസം പ്രസാദം അയക്കാൻ കൊറിയർ ചാർജ് 100 രൂപ വേണം.
അതുപോലെ തന്നെ പ്രസാദത്തിൻ്റെ പൈസയും പിന്നെ നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ ചെയ്യാനുള്ളതിൻ്റെയും പൈസ. അപ്പോൾ അങ്ങനെ 300 രൂപ തീർന്നു. പിന്നെ ഇപ്പോൾ 700 രൂപയാണ്. ആ 700 രൂപയിൽ 350 ദിവസം 350 ഗുണം 2 700 365 ദിവസമാണ്. 350 ദിവസവും ഞാൻ കൂട്ടിയുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു 2 രൂപയാണ് ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിലെ സർവ്വവിധ ഐശ്വര്യങ്ങൾക്കും വേണ്ടി നിങ്ങൾ തരുന്നതെന്ന് മനസ്സിലാക്കി 101 കുടുംബങ്ങൾ ചേരണം, അത് പങ്കെടുക്കണം. അത് ലൈവായിട്ട് ഗൂഗിളിൽ കൂടി എല്ലാവരും ഈ പൂജ 100 പേർക്ക് കാണാവുന്ന ഗൂഗിളിൻ്റെ ആപ്പിൽ കൂടി ലൈവ് ഇട്ട് തരും. അപ്പോൾ അങ്ങനെ ലൈവിൽ കൂടെ കാണാം. അതിൻ്റെ ലിങ്ക് ഫോണിൽ കൂടെ ലിങ്കിൽ ജോയിൻ ചെയ്ത് കയറുക. അപ്പോൾ എല്ലാവർക്കും കാണാം. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും അതിൽ സഹകരിക്കണമെന്ന് ഞാൻ ഓർപ്പിക്കുന്നു. ഇനി വിഷയത്തിലേക്ക് കടക്കാം. ഇനി വ്യാഴാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകളാണ് പറയുന്നത്. 2024 ഡിസംബർ മാസം 12-ാം തീയതി വ്യാഴാഴ്ച ദിവസം മലയാള തീയതിയിൽ വരുമ്പോൾ 1200-ാം ആണ്ട് വൃശ്ചിക മാസം 27-ാം തീയതിയാണ്. വൃശ്ചിക മാസം തീരാറായി. ഇന്ത്യൻ തീയതി മാർഗ്ഗശീർഷ മാസം 21-ാം തീയതിയാണ്. സൂര്യോദയം രാവിലെ 6:30 അസ്തമയം വൈകുന്നേരം 6:01 തിഥി ദ്വാദശി തിഥിയാണ്. ദ്വാദശി തിഥി വ്യാഴാഴ്ച രാത്രി 10:26 വരെ ഉണ്ടായിരിക്കും. ഉദയാൽപരം നക്ഷത്രം അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രം വ്യാഴാഴ്ച രാവിലെ 9:54 വരെ ഉണ്ടായിരിക്കുകയുള്ളൂ. പിന്നീട് ഭരണി നക്ഷത്രമാണ് ആരംഭിക്കുക. അതുകൊണ്ടാണ് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് അശ്വതി ഭരണി എന്ന് കൊടുത്തിരിക്കുന്നത്. വ്യാഴാഴ്ച ദിവസം രാവിലെ 9:54 വരെ അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രപ്രകാരം അനുകൂലമായ അനുഭവങ്ങൾ ഏതൊക്കെ നാളുകാർക്കാണ് വന്നു ചേരുക എന്നുള്ളതും കൂടി പറഞ്ഞു തരാം. വ്യാഴാഴ്ച ദിവസം രാവിലെ 9:54 വരെ അശ്വതി നക്ഷത്രപ്രകാരം അവരുടെ ജീവിതത്തിൽ അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാർ ആയില്യം, മകം, അവിട്ടം, പൂരുട്ടാതി, മൂലം, പൂരാടം, രേവതി എന്നീ നാളുകാർക്ക് വ്യാഴാഴ്ച രാവിലെ 9:54 വരെയുള്ള സമയം അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുമെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ആയില്യം, മകം, അവിട്ടം, പൂരുട്ടാതി, മൂലം, പൂരാടൻ, രേവതി എന്നീ നാളുകാർക്ക് അശ്വതി നക്ഷത്രപ്രകാരം അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ളത് തിരുവോണം, ചതയം, പൂരുട്ടാതി എന്നീ നാളുകാർക്കാണ്. വ്യാഴാഴ്ച രാവിലെ 9:54 വരെ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ളത് തിരുവോണം, ചതയം, പൂരുട്ടാതി എന്നീ നാളുകാർക്കാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ബാക്കിയുള്ള നാളുകാർക്ക് സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കുമെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി വ്യാഴാഴ്ച രാവിലെ 9:54 ഭരണി നക്ഷത്രം ആരംഭിക്കുന്നു. ഭരണി നക്ഷത്രപ്രകാരം ഏതൊക്കെ നാളുകാർക്കാണ് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളത് പറഞ്ഞുതരാം. അശ്വതി, ഉത്രട്ടാതി, ചതയം, പൂരാടം, ഉത്രാടം, മകം, പൂരം ഇത്രയും നാളുകാർക്ക് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. ഭരണി നക്ഷത്രപ്രകാരമാണ് അവർക്ക് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക. അശ്വതി, ഉത്രട്ടാതി, ചതയം, പൂരാടം, ഉത്രാടം, മകം, പൂരം ഇത്രയും നാളുകാർക്ക് അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി ഭരണി നക്ഷത്രപ്രകാരം വ്യാഴാഴ്ച രാവിലെ 9:54 മുതൽ ഭരണി നക്ഷത്രപ്രകാരം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ള നാളുകാർ അത്തം, രേവതി, പൂരുട്ടാതി, അവിട്ടം എന്നീ നാളുകാരാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. അത്തം, രേവതി, പൂരുട്ടാതി, അവിട്ടം എന്നീ നാളുകാർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ ഇടയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ബാക്കിയുള്ള നാളുകാർക്ക് സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കുമെന്നും മനസ്സിലാക്കുക. ഇനി വ്യാഴാഴ്ച ദിവസത്തെ ശുഭസമയം പറഞ്ഞുതരാം. വ്യാഴാഴ്ച ദിവസം രാവിലെ 6:30 മുതൽ 9:30 വരെ ഉള്ള സമയം ശുഭസമയമാണ്. പിന്നീട് 11 മണി മുതൽ 2 മണി വരെ ഉച്ചകഴിഞ്ഞ് 2 മണി വരെയുള്ള സമയവും ശുഭസമയമാണ്. ഈ സമയങ്ങളിൽ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക, ജീവിത വിജയം നേടുക. ഇനി സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ്. തീയതി 12 ഒറ്റസംഖ്യകൾ 3 വരും. ഏതൊരു മാസത്തെയും 3, 12, 21, 30 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് അനുകൂലമായ ഒരു ദിവസമാണ്. നീല, ചുവപ്പ്, റോസ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിൽ CGLS എന്നീ അക്ഷരങ്ങളുള്ളവർ ധരിച്ചാൽ അവരുടെ ജീവിതത്തിൽ കൂടുതൽ ഉത്തമമായ ഫലങ്ങൾ വന്നു ചേരുമെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. എല്ലാവർക്കും മഹാദേവൻ്റെ അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പോൾ ഇനി നമ്മൾ പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ധനം വന്നു ചേരുന്ന നാളുകാരെക്കുറിച്ചാണ്. അശ്വതി നക്ഷത്രപ്രകാരം വ്യാഴാഴ്ച ദിവസം രാവിലെ 9:54 വരെ ധനം വന്നു ചേരുന്ന നാളുകാർ. അശ്വതി നക്ഷത്രപ്രകാരം ധനം വന്നു ചേരുന്ന നാളുകാരെക്കുറിച്ചാണ് ആദ്യം പറയുന്നത്. മകം, രോഹിണി, പുണർദം, അത്തം, വിശാഖം, മൂലം, തിരുവോണം, പൂരുട്ടാതി, അശ്വതി ഇത്രയും നാളുകാർക്ക് അശ്വതി നക്ഷത്രപ്രകാരം വ്യാഴാഴ്ച രാവിലെ 9:54 വരെ ധനം വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. മകം, രോഹിണി, പുണർദം, അത്തം, വിശാഖം, മൂലം, തിരുവോണം, പൂരുട്ടാതി, അശ്വതി ഇത്രയും നാളുകാർക്കാണ് വ്യാഴാഴ്ച രാവിലെ 9:54 വരെ
അശ്വതി നക്ഷത്രപ്രകാരം ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി വ്യാഴാഴ്ച രാവിലെ 9:54 കഴിഞ്ഞാൽ പിന്നെ ഭരണി നക്ഷത്രമാണ് പകൽ കൂടുതലും. ഇപ്പോൾ ജോലി കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുന്നവരും സാമ്പത്തിക കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയവും രാവിലെ 9:54 കഴിഞ്ഞാണ്. അപ്പോൾ ഭരണി നക്ഷത്രപ്രകാരം ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ പൂയം, പൂരം, ചിത്ര, അനിഴം, പൂരാടം, അവിട്ടം, ഉത്രട്ടാതി, ഭരണി, മകയിരം. ഇത്രയും നാളുകാർക്കാണ്. പൂയം, പൂരം, ചിത്തിര, അനിഴം, പൂരാടം, അവിട്ടം, ഉത്രട്ടാതി, ഭരണി, മകയിരം. ഇത്രയും നാളുകാർക്ക് ധനം വന്നു ചേരുവാൻ ഭരണി നക്ഷത്രപ്രകാരം വ്യാഴാഴ്ച രാവിലെ 9:54 മുതൽ സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുകയാണ്. ധനപരമായ ആവശ്യങ്ങളുള്ളവരുണ്ട്, ധനത്തിന് ബുദ്ധിമുട്ടുന്നവരുണ്ട്. അപ്പോൾ ധനം നിങ്ങൾക്ക് ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് കിട്ടാനുള്ള പണം എങ്ങനെ കിട്ടിയില്ലെങ്കിൽ പോലും നിങ്ങൾ ആരോടും കടം ചോദിച്ചാൽ പോലും കിട്ടുന്ന ഒരു സാഹചര്യമാണെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. കൃത്യമായിട്ട് അത് തിരിച്ചു കൊടുക്കാനും പറ്റും. അപ്പോൾ അതാണ് ജ്യോതിഷം പറയുന്ന കാര്യം. അതാണ് ഞാൻ പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവെച്ചത്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരും, ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.